നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാന നായകർ ഡോക്ടർമാരും നേഴ്സസും പാരാക്ലിനിക്കൽ സ്റ്റാഫുകളുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? നമ്മളെ ആശ്രയിച്ചെത്തുന്ന രോഗികൾക്ക് നമ്മൾ കൃത്യമായ ചികിത്സ നൽകുമെന്ന ഉറപ്പിലാണ് അവരിവിടെ എത്തുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ എക്സ്റേ ടെക്നീഷ്യനായിട്ട് എത്തിയിട്ട്, എക്സ്റേ റേഡിയോളജി ആണല്ലോ, അബദ്ധത്തിൽ റേഡിയോ തെറാപ്പി റൂമിൽ സഹായിക്കാൻ പോയി പിന്നെ റേഡിയോ തെറാപ്പി ചെയ്യാൻ പോകരുത്. കേട്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും കാര്യങ്ങളുടെ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും അതിൻ്റെ സർട്ടിഫിക്കേഷൻസും എല്ലാം വ്യത്യസ്തമാണ്. ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ വിശ്വസിച്ചെത്തുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഏതൊരു പ്രൊസീജിയറും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നമ്മുടെ ഓർഗനൈസേഷൻ കാണേണ്ട കാര്യമുണ്ട്. നീ കുറച്ചു കാലം അത് അസിസ്റ്റ് ചെയ്താലേ നീ ചെയ്തോളൂ എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിനുള്ള ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ഓരോ പ്രൊസീജിയറിനും, ഓരോ ഇൻവെസ്റ്റിഗേഷനും, ഓരോ ആഡ് ഓൺ സപ്പോർട്ടിംഗ് സർവീസസിനും ഇത് ബാധകമാണ്. നമ്മൾ COP 7C കാണുന്നത് ക്വാളിഫൈഡ് പേഴ്സണൽസ് ഓർഡർ, പ്ലാൻ, പെർഫോം ആൻഡ് അസിസ്റ്റ് ഇൻ പെർഫോമിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ്. ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് ചെയ്യുകയാണെങ്കിലും അത് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഓർഡർ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഈ COP 7C HRM 11D എന്ന് പറഞ്ഞ് ഇതൊരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണെങ്കിലും ഇത് 3 കോർ ഒബ്ജക്റ്റീവ് എലമെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. HRM 11D എന്ന് പറഞ്ഞൊരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട്. ഡോക്ടേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ കൃത്യമായി ക്വാളിഫൈഡ് ആയിരിക്കണമെന്നും അവർക്ക് അഡീഷണൽ സർട്ടിഫിക്കറ്റുകൾ വേണ്ടതുണ്ടായിരിക്കണമെന്നും ചെയ്യുന്ന സ്പെഷ്യാലിറ്റി അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണമെന്നും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ HRM എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ HRM 12D നേഴ്സസ് ക്വാളിഫൈഡ് ആയിരിക്കണം. നേഴ്സസ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് ആ സ്പെഷ്യൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള നേഴ്സ് ആയിരിക്കണം അതിനെക്കുറിച്ച് ട്രെയിനിങ് എടുക്കേണ്ടത്. അങ്ങനെ നേഴ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ച് HRM 12D കാണുന്നുണ്ട്. ദെൻ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അവർ ചെയ്യുന്ന ഓരോ സർവീസസിനും അവർക്കതുണ്ടായി. HRM 13C നമുക്കത് കാണാൻ പറ്റും. HRM 12D HRM 11D HRM 13C കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആയിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. സോ COP 7C ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണെങ്കിലും 3 കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആകത്തുകയാണ്. ക്വാളിഫൈഡ് പേഴ്സണൽ മസ്റ്റ് ഓർഡർ, പ്ലാൻ, പെർഫോം ആൻഡ് അസിസ്റ്റ് ഇൻ പെർഫോമിംഗ് ഓഫ് പ്രൊസീജിയേഴ്സ്. വളരെ കൃത്യമായി ഓർക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് കെയർ ഓഫ് പേഷ്യൻസിലെ COP 7C.